കൂട്ടരെ, നിങ്ങളെല്ലാവരെയും ഞാനിപ്പോഴൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ പോകുന്നു. എല്ലാ വർഷവും പോലെ ഈ വർഷവും ഇന്റർസിറ്റി ഗോകാർട്ട് റേസ് ആരംഭിക്കുന്നു. വേദാനഗരത്തിൽ നിന്ന് പങ്കെടുക്കുന്ന ആളിന് സുഖമില്ല, ഭയങ്കര വയറിളക്ക് മാത്രം. 2 ദിവസമുള്ളത് കൊണ്ട് മാത്രം വേദാനഗരത്തിൽ നിന്ന് ആരും പങ്കെടുക്കാൻ മുതിരുന്നുമില്ല. ഒരു കാര്യത്തിൽ ദുഃഖമുണ്ട്, വേദാനഗരത്തിലാണ് കോമ്പറ്റീഷൻ നടക്കുന്നത്. പക്ഷെ ഇവിടെയാണെങ്കിലോ ഒരുത്തനൊട്ട് ഇല്ലതാൻ. ഇത്തവണ വേദാനഗരം പാർട്ടിസിപ്പേറ്റ് ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യും. ഇത് നമ്മുടെ നഗരത്തിന്റെ അഭിമാന പ്രശ്നമാണ്. നമ്മുടെ നഗരത്തിന് നാണക്കേട് ഉണ്ടാക്കാൻ എനിക്ക് സമ്മതമല്ല. ഈ ആദിക്ക് എന്താ പറ്റിയേ? ഗോകാർട്ടിനെ കുറിച്ച് ഇവന് എന്താ അറിയാം? കൊള്ളാലോ. എന്താ നീ ഗോകാർട്ട് റേസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നീ വളരെ പ്രായം കുറഞ്ഞവനല്ലേ? എങ്കിലും ഈ മത്സരത്തിൽ പ്രായ വ്യത്യാസമൊന്നുമില്ല. അത് നിന്റെ പേരെന്താ? ശിവ. നമ്മുടെ ഈ റേസിൽ പങ്കെടുക്കാൻ പോകുന്നത് ശിവയാണ്. ശിവ, ദേ ആ നിൽക്കുന്നതാണ് ശിവ. ഓ നോ, അത് പിന്നെ ഞാൻ. Okay, okay. I will participate. അടിപൊളി. ശിവ. വെരി ഗുഡ് ശിവ, നിന്റെ ധൈര്യത്തെ ഞാൻ പ്രശംസിക്കുന്നു. കൂട്ടുകാരെ, വെൽക്കം ശിവ ഇൻ ദിസ് കോമ്പറ്റീഷൻ. പങ്കെടുക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക. ഞങ്ങൾ എല്ലാവർക്കും ഗോകാർട്ട് നൽകുന്നതായിരിക്കും. പിന്നെ ഈ ഗ്രൗണ്ടിലുള്ള 4 ഭാഗത്തും പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും പ്രത്യേക ഗ്യാരേജും നൽകും. അവിടെ നിങ്ങൾക്ക് ഗോകാർട്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ചെയ്യാം. കാരണം നിങ്ങളുടെ ഗോകാർട്ട് മറ്റുള്ളവരെക്കാളും സ്പീഡുമായിരിക്കണം. പക്ഷെ ഒരു കാര്യം, മറ്റുള്ളവരെ ശല്യം ചെയ്യുന്ന രീതിയിൽ ഗോകാർട്ടിൽ ഒന്നും പിടിപ്പിക്കാൻ പാടില്ല. ഉടനെ റേസ് തുടങ്ങും. എന്നാ പിന്നെ ഓൾ ദി ബെസ്റ്റ്. എന്തായി കാണുന്ന അടിപൊളി ആയിട്ടുണ്ടല്ലോ. വേദാ സിറ്റിയുടെ പേരിനോട് തിളക്കം കിട്ടല്ലോ. വളരെ നന്നായിട്ടുണ്ട് ശിവ. എനിക്ക് നല്ല വിശ്വാസമുണ്ട് നീ തന്നെ ഇതിൽ ജയിക്കുമെന്ന്. ഈ വേദാ സിറ്റി സ്കൂളിൽ പഠിക്കുന്ന ചെക്കൻ എന്തൊക്കെ കുന്ത്രാണ്ടോ ഒപ്പിക്കുന്നേ. അവൻ നിസ്സാരനാണെന്ന് വിചാരിക്കണ്ട. ഓട്ടക്കത്തെ സൈക്കിൾ ചവിട്ടാവൻ. സൈക്കിൾ ചാമ്പ്യൻ അവൻ ആയിക്കോട്ടെ, കാർട്ട് റേസിൽ എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല. ഞാൻ തന്നെയാണ് എന്നും ചാമ്പ്യൻ. എന്നെ തോൽപ്പിക്കാൻ ഇന്ന് വരെ ആരും ജനിച്ചിട്ടില്ല, ഇനി ആരും ജനിക്കുകയില്ല. ഡാനി, അവൻ നിസ്സാരനൊന്നുമല്ല. സൈക്കിളിൽ മാത്രമല്ല, മറ്റു പല കാര്യങ്ങളിൽ കേമനാണ് അവൻ. അതൊക്കെ റേസിംഗ് ട്രാക്കിൽ വെച്ച് കാണാൻ മോനെ. ശിവ, എല്ലാം തയ്യാറായിരിക്കുന്നു. ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി. ഞാൻ 1 മിനിറ്റിനകം ഇപ്പൊ തന്നെ വരാം. ആ, എല്ലാം റെഡിയാണെങ്കിൽ ഞാൻ തന്നെ ആദ്യം ഒരു ടെസ്റ്റ് ഡ്രൈവ് നടത്തട്ടെ. ഓ, ലഡു സിംഗ് സാർ ഒന്ന് നിൽക്കൂ. ഞാനിതാ വരുന്നു ശിവ. ഒരു റൗണ്ട് ഒന്ന് പോയിട്ട് വരട്ടെ. ഓ നോ, അതിൽ ബ്രേക്കും കൂടി പിടിപ്പിക്കാനുണ്ടായിരുന്നു. വൗ. ഇതെന്താ വണ്ടി നിൽക്കാത്തത്? നിർത്ത്, ആരെങ്കിലും നിർത്ത്. ശിവ, വണ്ടി ഒന്ന് നിർത്താൻ നോക്ക്. ഇത് നിൽക്കുന്നില്ല. രക്ഷിക്കണേ ശിവ, എന്നെ രക്ഷിക്കണേ ഓ, ഓ. ശിവ. ഇതെന്താ വണ്ടി നിൽക്കാത്തത്? എന്റെ കാര്യത്ത് പോക്കാണല്ലോ. ഈ വണ്ടി നിർത്താൻ അത് കണ്ടോ, വേദാനഗരത്തിൽ ആ ചെക്കൻ കാർട്ട് എങ്ങനെ റെഡിയാക്കിയിരിക്കുന്നെന്ന്. ഇതൊന്ന് നിർത്തണേ. സോറി ലഡു സിംഗ് സാർ, അതില് ബ്രേക്കും കൂടി പിടിപ്പിക്കാൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പോഴേക്കാണ് നിങ്ങൾ വണ്ടി എടുത്തോണ്ട് പോയത്. ഹായ്. എങ്ങനെയുണ്ട് ശിവ? നിന്റെ തയ്യാറെടുപ്പുകളൊക്കെ എങ്ങനെ പോകുന്നു? നോക്കൂ സർ, എന്റെ കാറിന്റെ ഫംഗ്ഷൻ ഞാനിപ്പോ കാണിച്ചു തരാം.
അമേസിംഗ് ശിവ. അത്ഭുതം തന്നെ ശിവ. ഐ ആം പ്രൗഡ് ഓഫ് യു. ഇങ്ങനത്തെ പരിപാടി ഇവരെവിടുന്ന ഒപ്പിച്ചു കിട്ടിയത്? നമ്മുടെ കാർട്ടിൽ ഇതുപോലത്തെ അഡ്വാൻസ് ടെക്നിക്ക് ഇല്ലല്ലോ. നോക്കിയേ, ഈ ചെക്കന്റെ കാർഡ്സ് ഒരിക്കലും ട്രാക്കിൽ എത്താനേ പാടില്ല. മോനെ ശിവ, ബെസ്റ്റ് ഓഫ് ലക്ക്. വളരെ ശ്രദ്ധിച്ച് നീ റേസ് ജയിക്കണം കേട്ടോ. താങ്ക് യു മുത്തശ്ശി. ഞാൻ പുതിയൊരു രാഗമുണ്ടാക്കിയിട്ടുണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ നിനക്ക് നല്ല എനർജി ഉണ്ടാവും. അതുകൊണ്ട് നീ ആ റേസിൽ വിജയിക്കുകയും ചെയ്യും. അക്കാര്യം തീർച്ചയാ. എന്താ ഇവിടെ നടക്കുന്നത്? ഇന്ന് തൊട്ട് പാട്ടും ബഹളൊന്നും ഇവിടെ പാടില്ല. ഇത് ഇവിടുത്തെ ന്യായമാ? മനുഷ്യൻ അയാളുടെ വീട്ടിലിരുന്ന് പാടാനും പറ്റില്ലേ? നിങ്ങളാരാ? ഇവിടുത്തെ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് ആണല്ലോ. കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട. ദാ ഈ ബോർഡ് കണ്ടോ? ഞാൻ ഈ നഗരത്തിലെ പുതിയ പോലീസ് ഇൻസ്പെക്ടറാണ്. എന്നെ സ്പെഷ്യലായിട്ട് നോയ്സ് പൊല്യൂഷൻ വന്ന് ജനങ്ങളെ ശല്യം ചെയ്യുന്നവരെ തടയാൻ വേണ്ടി അപ്പോയിന്റ് ചെയ്തിരിക്കാണ്. മുത്തശ്ശ, ഇത് ഭീം സിംഗ് ആണ്. ആ സോറി ഇൻസ്പെക്ടർ. ഇരുന്നാട്ടെ. ചായ വല്ലതൊക്കെ കുടിക്കാൻ തരാം കേട്ടോ. ശിവ, ഓൾ ദ ബെസ്റ്റ്. നീ പോയിട്ട് വാ. ഞാൻ ഈ ഇൻസ്പെക്ടർ ഭീം സിംഗിന് എന്റെ പുതിയ രാഗങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാം. ബൈ മുത്തശ്ശ. ബൈ മുത്തശ്ശി. ബായ് മോനെ, വളരെ ശ്രദ്ധിച്ച് ഓടിക്കണേ. ശിവ, നീ വേഗം ഒന്ന് തിരിഞ്ഞു നോക്ക്. അവര് നിന്റെ ഗോക്കാർട്ട് എടുത്തോണ്ട് പോവുകയാണ്. ഡാനി, നീ പറഞ്ഞ പോലെ തന്നെ ചെയ്തു. ആ ചെറുക്കന്റെ ഗോക്കാട്ട് ഞങ്ങൾ മോഷ്ടിച്ചിരിക്കുന്നു. അവൻ ഞമ്മടെ പുറകെ വന്നോണ്ടിരിക്കുകയാണ്. വളരെ നന്നായി. പക്ഷെ ആ കുട്ടി മഹാകേമനാണ്. സൂക്ഷിക്കുക. നിങ്ങൾ രണ്ടുപേരും മതിയാവുന്നു തോന്നുന്നില്ല. വേണമെങ്കിൽ കുറച്ച് ഗുണ്ടകളെ കൂടെ നിങ്ങൾ വിളിച്ചോളൂ. അവൻ ഞമ്മളെ പിടിക്കാണ്ടിരിക്കാനുള്ള എല്ലാ വഴി നമ്മളെ നോക്കിക്കോളാം. ഞാൻ പറയുന്ന കേക്ക്. എല്ലാവരും പെട്ടെന്ന് തന്നെ നമ്മുടെ ബിൽഡിങ്ങിലേക്ക് വാ. ഒരു കുട്ടി സൈക്കിൾ ഓടിച്ച് നമ്മുടെ പുറകെ വരുന്നുണ്ട്. അവനെ ശരിക്കൊരു പാഠം പഠിപ്പിക്കണം. എന്തെങ്കിലും ചെയ്യ.